നമ്മൾ ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പൗണ്ട് ഓഫ് അമോണിയ പഠിച്ചു. അതിൻ്റെ യൂസസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മളത് പഠിച്ചായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, അതിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് ലീ ഷാലിയസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആ പ്രിൻസിപ്പിൾ പഠിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് കെമിക്കൽ ഈക്വിലിബ്രിയം എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ഈ കെമിക്കൽ ഈക്വിലിബ്രിയം പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ലീ ചാലിയസ് പ്രിൻസിപ്പിളിലോട്ട് നമ്മൾ പോവാം. ഓക്കെ, നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച് നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ച റിയാക്ഷൻസ്, ഓക്കെ, ഈ ചാപ്റ്ററിൽ 4th ചാപ്റ്റർ വരെ നമ്മൾ പഠിച്ച റിയാക്ഷൻസ് എല്ലാം തന്നെ നോക്കിയാലും നമ്മൾ എല്ലാ റിയാക്ഷൻസ് പഠിച്ചത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അല്ലേ. എന്താണ് ഈ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റിയാക്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നോ? ഇല്ല. ഓൺലി ദ റിയാക്ടൻസ് റിയാക്ട് ടു ഗിവ് ദ പ്രോഡക്റ്റ്. അതോടുകൂടി റിയാക്ഷൻ തീർന്നു. അപ്പോൾ അതാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പേപ്പർ കത്തിച്ചു അല്ലേ. പേപ്പർ എന്താണ്? പേപ്പർ കാർബൺ ആണ്. അപ്പോൾ ഈ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ പേപ്പർ കത്തുന്നു, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ പേപ്പർ കത്തുവാണെങ്കിൽ അതിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? C+O2 gives കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. പേപ്പർ കത്തിക്കുമ്പോൾ നമുക്ക് ഒരു സ്മോക്ക് കാണാം. എന്താണത്? ആ സ്മോക്ക് അത് നത്തിങ് ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് അല്ലെ. ലൈറ്റും ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. അപ്പൊ അതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. നമുക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റ് പിന്നെയും റിയാക്ടന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. വേറെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ബീക്കറിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു. എത്ര സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തോ ഞാൻ അത്ര തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. അപ്പോൾ ഒരു ബീക്കറിൽ ഞാൻ ബേസ് ആണ് എടുത്തേക്കുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഒരു ബീക്കറിൽ ഞാൻ HCl ആസിഡ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ രണ്ടും മിക്സ് ചെയ്തപ്പോൾ എനിക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടിയത്? സോൾട്ട് പ്ലസ് വാട്ടർ, അതെ, NaCl പ്ലസ് വാട്ടർ. ഉപ്പാണ് കിട്ടിയ അല്ലെ. പിന്നെയും ആ റിയാക്ഷൻ കിട്ടിയ ഉപ്പ് ഹീറ്റ് ചെയ്താൽ എനിക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് HCl കിട്ടുമോ? ഇല്ല. ആ റിയാക്ഷൻസിനെ നമ്മൾ എന്ത് പറയും? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കെമിക്കൽ ഈക്വിലിബ്രിയം ആണ് പഠിച്ചേക്കുന്നത്. നമുക്ക് ഈക്വിലിബ്രിയം എന്നുള്ള ഇതില് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. കെമിക്കൽ ഈക്വിലിബ്രിയം ഉണ്ട്, ഫിസിക്കൽ ഈക്വിലിബ്രിയം ഉണ്ട്. ഫിസിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ഒരു തെർമോഫ്ലാസ്കില് ഐസും വാട്ടറും എടുക്കുക. സെയിം മാസ് ഓഫ് ഐസും സെയിം മാസ് ഓഫ് വാട്ടർ എടുക്കുകയാണ്. തെർമോഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണല്ലേ. ഞാൻ അത് അടച്ചു. എന്തുകൊണ്ട് അടയ്ക്കാനുള്ള ഉദ്ദേശം? ടെമ്പറേച്ചറും അതിനുള്ളിലെ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ. അവിടെ മാസ് സെയിം ആയതുകൊണ്ട് അവിടെ എന്താണ്? ഐസ് പെട്ടെന്ന് മെൽറ്റ് ആവുന്നില്ല. അപ്പൊ രണ്ടെണ്ണത്തിന്റെ മാസ് സെയിം ആണ്. അപ്പൊ ആ രണ്ടും ഐസും വാട്ടറും ഈക്വിലിബ്രിയം ആയിട്ട് എക്സിസ്റ്റ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് ആ ജംഗ്ഷൻ, ഐസിന്റെയും വാട്ടറിന്റെയും ജംഗ്ഷനിൽ എന്തായിരിക്കും? അവിടെ ഐസ് റിയാക്ട് ടു ഗിവ് വാട്ടർ ആൻഡ് വാട്ടർ റിയാക്ട്സ് ടു ഗിവ് ഐസ്. അപ്പോൾ 2 റിയാക്ഷനും നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻ നമ്മൾ ഈക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറയും. അതാണ് ഫിസിക്കൽ ഈക്വിലിബ്രിയം. അപ്പൊ നമുക്ക് ഈ ഫിസിക്കൽ ഈക്വിലിബ്രിയം ഇല്ല. അപ്പൊ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ഈക്വിലിബ്രിയം. എന്തുകൊണ്ടാണ് ഇതിന് കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയാൻ കാരണം? കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ കെമിക്കൽ റിയാക്ഷൻസിൽ വരുന്ന ഈക്വിലിബ്രിയം, എക്സിസ്റ്റ് ആവുന്ന ഈക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ
അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻസ് ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിയാക്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് കൊടുക്കുന്നു, അതേപോലെ തന്നെ പ്രോഡക്ട്സ് എന്താവുന്നു റിയാക്ട് ചെയ്ത് റിയാക്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ രണ്ടും റിയാക്ടൻസും പ്രോഡക്ട്സും ഈക്വൽ എമൗണ്ടിലാണ് ഉള്ളത്. അങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്, റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ അതിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു ഒരു റിയാക്ഷൻ, അതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നു. പ്രോഡക്ട്സ് റിയാക്ടൻസിന് ആയിട്ട് കൺവേർട്ട് ആവുന്നു, അതിനെ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ, മാനുഫാക്ചർ ഓഫ് അമോണിയ, മാനുഫാക്ചർ സൾഫ്യൂരിക് ആസിഡിൽ മാനുഫാക്ചർ ഓഫ് സൾഫർ ട്രയോക്സൈഡ്, ഇവിടെ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ്. ഇപ്പൊ ഈ റിയാക്ഷൻ നോക്കുമ്പോൾ ഇവിടുത്തെ ആരോ ഡബിൾ ഹെഡഡ് ആരോ, ഇങ്ങനെ ഡബിൾ ഹെഡഡ് ആരോ ഏത് റിയാക്ഷന് കണ്ടാലും ആ റിയാക്ഷനെ നമ്മൾ എന്ത് പറയുന്നു, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഹൈഡ്രജനും അയോഡിൻ. ഇപ്പൊ ഞാൻ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്തു. ആ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഹൈഡ്രജൻ എന്നുള്ള ഗ്യാസിന് അതിന് യാതൊരു കളറില്ല, കളർലെസ് ആണ്. അയോഡിന് ഒരു പർപ്പിൾ കളർ ഉണ്ട്. അപ്പൊ ആദ്യം റിയാക്ഷൻ നടക്കണേക്കാളും മുമ്പ്, അതായത് ഞാൻ ബോക്സിൽ ഞാൻ ഹൈഡ്രജൻ എടുത്തു, അതേ ബോക്സിൽ ഞാൻ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു പാർട്ടിൽ ഹൈഡ്രജൻ എടുത്തു, ഒരു പാർട്ടിൽ ഞാൻ അയോഡിൻ എടുത്തു. അതിന് പർപ്പിൾ കളർ ആയിരിക്കും. ആദ്യം ആ പർപ്പിൾ കളർ അയോഡിൻ വേപ്പേഴ്സിന്റെ കളർ ഭയങ്കര ഡാർക്ക് ആയിരിക്കും, ഡാർക്ക് പർപ്പിൾ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു, ആ രണ്ട് ഹൈഡ്രജൻ അയോഡിൻ തമ്മിലുള്ള ആ ഒരു വോളിനെ ഞാൻ എടുത്തു കളഞ്ഞു. അപ്പൊ എന്തായി, ഈ ഹൈഡ്രജൻ അയോഡിൻ തമ്മിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു അയോഡിന്റെ കളർ കൂടുതലായിരുന്നു, ബ്ലൂ കളർ, ഡാർക്ക് പർപ്പിൾ കളർ ആയിരുന്നു. റിയാക്ഷൻ നടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, ആ കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വന്നു. ഒരു സ്റ്റേജിൽ എന്തായി, ആ പർപ്പിൾ കളറിന്റെ ഇന്റൻസിറ്റി ഈക്വലൈസ് ആയി. പിന്നീട് എത്ര സമയം പോയാലും ആ കളറിന്റെ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അവിടെ ഈ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, അതായത് ആ പർട്ടിക്കുലർ റിയാക്ഷനിൽ ആദ്യം എന്തായിരുന്നു, റിയാക്ടൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കളറിന്റെ ഇന്റൻസിറ്റി കൂടുതൽ. അത് കഴിഞ്ഞ് എന്തായിരുന്നു, ഈ ഹൈഡ്രജൻ അയോഡിൻ തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് തന്നു. അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ ആയപ്പോൾ റിയാക്ടന്റിനും പ്രോഡക്റ്റിന്റെ എമൗണ്ട് സെയിം ആയി. ആ സെയിം ആയപ്പോഴാണ് ആ കളറിന്റെ ഇന്റൻസിറ്റി സെയിം ആയത്. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് പറയാൻ സാധിക്കും അവിടെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പഠിക്കാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോ ഹൈഡ്രജന്റെയും അയോഡിന്റെയും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലെ. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഗ്രാഫ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വേഴ്സസ് ടൈം. ഓക്കെ, ഈ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം. ആ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വേഴ്സസ് ടൈം. ഇപ്പോ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ എടുക്കാം. H2 plus I2 gives HI. ഇവിടെ പലർക്കും സംശയമുണ്ട്, ഇത് എങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത് എന്നാണ് സംശയം. ആദ്യം ഞാൻ ഹൈഡ്രജനും അയോഡിനും മാത്രം എടുക്കാം. ഓക്കെ, റിയാക്ടൻസ് മാത്രം എടുക്കാം. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല. ആ T is equal to 0. ഇവിടെ എന്തായിരിക്കും, ഈ എക്സ് ആക്സിസിന് ഞാൻ ടൈം ആണ് എടുത്തേക്കുന്നത്, Y ആക്സിസ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ആ റിയാക്ഷന്റെ സ്പീഡാണ് ഇത് റേറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ T is equal to 0 ആവുമ്പോൾ ആ ടൈം ഫിസിക്ക് റിയാക്ടൻസ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് ഉണ്ടോ, ഇല്ല, റിയാക്ടൻസ്. ഇപ്പോ റിയാക്ടന്റ് എന്തായിരിക്കും, റിയാക്ടന്റിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഇപ്പൊ സപ്പോസ് നിങ്ങൾ 5 ആണെന്ന് വിചാരിച്ചു, ഞാൻ ഇവിടെ എക്സ് ആക്സിസിൽ എന്താണ് മാർക്ക് ചെയ്യുന്നത്, 5 എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ ഈ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ റിയാക്ടൻസിന്റെയാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം റിയാക്ഷൻ നടക്കണേക്കാൾ മുമ്പ് റിയാക്ടന്റിന്റെ എമൗണ്ട് കൂടുതലാണ്
അല്ലെ? ടി ഇസ് ഈക്വൽ ടു 0 റിയാക്ടന്റിന്റെ എമൗണ്ട് കൂടെ. ഇപ്പൊ 5 ആണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. 5 പ്രോഡക്റ്റ് ആയിട്ടുണ്ടോ ഇല്ല, റിയാക്ഷൻ നടന്നിട്ടില്ല. അപ്പൊ പ്രോഡക്റ്റ് ഇവിടെ എന്താണ്? 0. ഓക്കെ. ഇനി ടൈം ടി ഇസ് ഈക്വൽ ടു 1 എന്ന് വിചാരിക്കാം. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആയപ്പോൾ എന്തായി മാറി? ഹൈഡ്രജനും അയോഡിനും റിയാക്ട് ആയി എന്താണ് കൊടുക്കുന്നത്? HI പ്രോഡക്റ്റ് ഫോർമേഷൻ ആവാൻ തുടങ്ങി അല്ലെ? അപ്പൊ ഈ റിയാക്ടൻസിന്റെ എമൗണ്ട് എന്തായി? കുറയാൻ തുടങ്ങി. ഇപ്പൊ 5 ഗ്രാം, ഇപ്പൊ ഹൈഡ്രജനും അയോഡിനും കൂടിയിട്ട് 5 ഗ്രാം ആയിരുന്നു. ആ 5 ഗ്രാം കൊണ്ട് റിയാക്ഷൻ പോകുന്ന സമയം പോകും തോറും, അപ്പൊ T is equal to 1 മിനിറ്റ് ആയപ്പോൾ ആ റിയാക്ടൻസിന്റെ എമൗണ്ട് എന്തായി? കോൺസെൻട്രേഷൻ എമൗണ്ട് എന്തായി? കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് ഇവിടെ താഴെ ഇങ്ങനെ വന്നത്. ഇപ്പൊ T is equal to 1 ആണെങ്കിൽ ഇവിടെ 4 എന്ന് എഴുതാം. T is equal to 2 3 എന്ന് എഴുതാം. T is equal to 1 ഇങ്ങനെ ഗ്രാഫ്. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നു. റിയാക്ഷൻ നടക്കുമ്പോൾ സമയം പോകുന്തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ എന്തായിരുന്നു? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞത് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ? റിയാക്ടന്റ് തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ റിയാക്ഷൻ പ്രൊസീഡ്സ് ടു ഫോർവേഡ് ഡയറക്ഷൻ അല്ലെ? പ്രോഡക്റ്റ് എന്ത് ചെയ്തു? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുവാണ്, എമൗണ്ട് കൂടുവാണ്. അപ്പൊ ഇവിടെ ഗ്രാഫ് എന്തായിട്ട് വരുന്നു? ഇവിടെ ഗ്രാഫ് ചെയ്ത് കണ്ടോ? ഇതിന്റെ സ്ലോപ്പ് ഇങ്ങനെ കൂടി വരും. പ്രോഡക്റ്റ് കൂടി വരുന്നു, റിയാക്ടന്റ് കുറഞ്ഞു വരുന്നു. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായി? ഈക്വൽ ആയി. അപ്പൊ ആ ഈക്വൽ കണ്ടീഷനിലാണ് നമ്മൾ എന്താണ് പറയുന്നത്? The reaction is set to be in the equilibrium state. അതായത് റിയാക്ടൻസിന്റെ എമൗണ്ടും പ്രോഡക്റ്റിന്റെ എമൗണ്ടും സെയിം ആയി. അപ്പൊ നമുക്ക് വിചാരിക്കാം, അപ്പൊ ഒരു T is equal to 5. അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് റിയാക്ടന്റ് 5 ആണെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേജിൽ നമ്മൾ 2 എന്ന് വിചാരിക്കുക. അപ്പൊ റിയാക്ടന്റിന്റെ എമൗണ്ടും പ്രോഡക്റ്റിന്റെ രണ്ടും ഈക്വൽ ആയിട്ട് മാറി. അതാണ് ഈ ഗ്രാഫ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ becomes equal to the rate of backward reaction. അത് ഓർത്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് നോക്കാം. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. എന്താണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത്? അറ്റ് equilibrium both the reactant and product coexist. ഞാൻ ആ ഗ്രാഫിൽ പറഞ്ഞു, ആദ്യം നമ്മൾ 5 ഗ്രാം ഹൈഡ്രജനും അയോഡൈനും എടുത്തു എന്ന് വിചാരിച്ചു. T is equal to 0. റിയാക്ഷൻ നടക്കുന്നതിനേക്കാൾ മുമ്പ് റിയാക്ഷൻ നടക്കുന്തോറും റിയാക്ടൻസിന്റെ എമൗണ്ട് കുറഞ്ഞു വരും, പ്രോഡക്റ്റിന്റെ എമൗണ്ട് അല്ലെ കൂടി വരും. അതാണ് ഫോർവേഡ് റിയാക്ഷൻ ഉദ്ദേശിക്കുന്ന റിയാക്ടൻസ് കുറഞ്ഞു വരുവാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ അതിന്റെ പ്രോഡക്റ്റിന്റെ അളവ് കൂടി വരും. അപ്പൊ ഈക്വിലിബ്രിയം സ്റ്റേജ് എത്തുമ്പോൾ റിയാക്ടന്റും പ്രോഡക്റ്റിന്റെയും സെയിം എമൗണ്ടിലായിരിക്കും. ഇപ്പൊ ഈക്വിലിബ്രിയം ഇപ്പൊ ഇവിടെ റിയാക്ടന്റ് 2 ഗ്രാം ആണെങ്കിൽ ഇവിടെയും 2 ഗ്രാം. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ അറ്റ് ഈക്വിലിബ്രിയം. അപ്പൊ ഈക്വിലിബ്രിയമിൽ എന്തായിരിക്കും? എത്ര ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു അത്രത്തോളം അത് ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. കെമിക്കൽ ഈക്വിലിബ്രിയം ഈസ് ഡൈനമിക് അറ്റ് മോളിക്യുലാർ ലെവൽ. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വെസൽ എടുത്തു, ഞാനൊരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഞാൻ വെള്ളം നിറച്ചു. ഓക്കെ. ആ കണ്ടെയ്നറിന്റെ താഴെ ഞാനൊരു ഒരു ടാപ്പ് ഫിറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ. അപ്പോൾ ആ വെസലില് വെള്ളം നിറച്ചു. ആ വെസലിന് താഴെ ഞാനൊരു ടാപ്പ് ഫിറ്റ് ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ ഈ വെസലിന്റെ ഉള്ളിലോട്ട് ഞാൻ വേറെ ടാപ്പിന്റെ ഹെൽപ്പോടുകൂടി ഞാൻ ഈ വെസലിന്റെ ഉള്ളിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണ്. അപ്പോ ഞാൻ ഇപ്പൊ 2 ടാപ്പും ഓപ്പൺ ആണ്. ആ വെസലിന്റെ ടാപ്പും ഓപ്പൺ ആണ്, ഈ വെസലിലോട്ട് ചാടുന്ന വെള്ളത്തിന്റെ ടാപ്പ് ഓപ്പൺ ആണ്. അപ്പൊ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോ ഞാനൊരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ നിന്ന് വെള്ളം പോവാണ്. ഞാൻ ഫുള്ള് തുറന്നിട്ട് വെക്കാണ്, പോവാണ്. ഞാൻ ആ
പാത്രത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന വെള്ളവും രണ്ടും സെയിം റേറ്റിലാണ്. അപ്പൊ നിങ്ങൾ കാണുമ്പോഴെന്താ, നിങ്ങൾ കാണുമ്പോൾ ആ പാത്രത്തിലോട്ട് വെള്ളവും വീഴുന്നു, ആ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ടും പോകുന്നു അല്ലെ? അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, സെയിം റേറ്റിലാണ്. വീഴുന്ന വെള്ളവും ആ വെസലിൽ നിന്ന് പോകുന്ന വെള്ളവും സെയിം ആണ്. ആ വാട്ടറിന്റെ ലെവൽ എന്തായിരിക്കും? വാട്ടറിന്റെ ലെവൽ സെയിം ആണ്. അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? വെള്ളം ചാടുന്നുണ്ട്, ഓരോ വെള്ളം ഉള്ളിലേക്കും പോകുന്നുണ്ട്, വെസലിന്റെ ഉള്ളിലേക്കും, വെസലിൽ നിന്ന് പുറത്തോട്ടും വെള്ളം പോകുന്നുണ്ട്. പക്ഷെ ആ വാട്ടർ ലെവൽ എന്തായിരിക്കും? വാട്ടർ ലെവൽ എപ്പോഴും കോൺസ്റ്റന്റ്. നമ്മൾ കാണുമ്പോൾ ആ വാട്ടറിന്റെ ലെവൽ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ അവിടെ ഉള്ളിലേട്ടും പുറത്തോട്ടും വെള്ളം സെയിം എമൗണ്ടിൽ വീഴുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിചാരിക്കുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ മോളിക്യുലാർ ലെവലിൽ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ റിയാക്ഷൻ സ്റ്റോപ്പായി അല്ലെ? നമ്മൾ സ്റ്റോപ്പായി. പക്ഷെ മോളിക്യുലാർ ലെവലില് ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അതായത് റിയാക്ടൻസ് തമ്മിൽ റിയാക്ട് ആയി പ്രോഡക്റ്റും കൊടുക്കുന്നുണ്ട്, പ്രോഡക്റ്റ് തമ്മിൽ റിയാക്ട് ചെയ്ത് റിയാക്ടൻസും കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കെമിക്കൽ ഈക്വിലിബ്രിയം ഈസ് ഡൈനമിക് അറ്റ് മോളിക്യുലർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ ഞാൻ ഫിസിക്കലി ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഞാൻ തെർമോഫ്ലാസ്കിൽ നമ്മൾ പറഞ്ഞ ഐസും വാട്ടറും എടുക്കുവാണ്. അപ്പോൾ അത് പ്രഷറും കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറും ആ തെർമോഫ്ലാസ്കിന്റെ പുറത്തേക്ക് ഉള്ളിലോട്ട് ഹീറ്റ് പോകുന്നില്ല, പ്രഷറും സെയിം ആണ്, 1 atmospheric പ്രഷറാണ്. അവിടെ എന്താണ്, ഐസിന്റെയും മാസ് വാട്ടറിന്റെ മാസ് ചേഞ്ച് ആവുന്ന, വ്യത്യാസം ആവുന്നില്ല, സെയിം ആണ്. പക്ഷെ എന്താണ്, സർഫേസ്, ഐസിന്റെ വാട്ടറിന്റെ സർഫേസ് നോക്കുമ്പോൾ മോളിക്യുലർ ലെവലിൽ അവർ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് കുറച്ച് ഐസ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, ആ വാട്ടർ തമ്മിൽ റിയാക്ട് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ, ആ വാട്ടർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഐസും ആവുന്നുണ്ട്. അതാണ് പറയുന്നത് കെമിക്കൽ ഈക്വിലിബ്രിയം ഈസ് ഡൈനമിക് അറ്റ് മോളിക്യുലർ ലെവൽ. ഡൈനമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ആ റിയാക്ഷൻ സ്റ്റോപ്പ് ആയി എന്ന് വിചാരിക്കും, പക്ഷെ അത് ശരിക്കും സ്റ്റോപ്പ് ആയിട്ടില്ല. അവിടെ അവർ തമ്മിൽ റിയാക്ട് ആവുന്നുണ്ട്, അറ്റ് ഈക്വൽ റേറ്റ് റിയാക്ട് ആവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, കെമിക്കൽ ഈക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിലെയാണ് കെമിക്കൽ ഈക്വിലിബ്രിയം എപ്പോഴും നടക്കുള്ളൂ. ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്, പുതിയ ഹീറ്റ് ആഡും ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് അവിടെ നിന്ന് ലിബറേറ്റ് ആയാൽ എപ്പോഴും ക്ലോസ്ഡ് ആണ്. അപ്പൊ അതായത് മാറ്റർ, എന്തെങ്കിലും പുതിയ വസ്തുവോ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാനോ എടുക്കാനോ പറ്റാത്ത ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തു, നമ്മൾ പഞ്ഞി മുക്കിയ അമോണിയം ഒരു സൈഡിലേക്ക് വെച്ചു, പഞ്ഞി മുക്കിയ HCl-ഉം നമ്മൾ ഒരു സൈഡിൽ വെച്ച് നമ്മൾ ആ ബോയിലിംഗ് ട്യൂബിനെ അടച്ചു വെച്ചു. അതിനെയാണ് ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത്. വേറെ നമ്മൾ പറഞ്ഞു ബോയിലിംഗ്, നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് അമോണിയം ക്ലോറൈഡ് എടുത്തു, ഹീറ്റ് ചെയ്തപ്പോൾ ഈ ആദ്യം അമോണിയ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു, HCl ക്രിയേറ്റ് ചെയ്തു. എവിടെ നിന്ന്? ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തോട്ട് ആ റൂമിലോട്ട് ലിബറേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ക്യാരക്ടറിസ്റ്റിക് ഓർക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ലീ ഷാറ്റലിയസ് പ്രിൻസിപ്പിൾ. എന്താണ് ഇതിനെ വേറെ ഒരു ലീ ഷാറ്റലിയസ് പ്രിൻസിപ്പിൾ എന്നും പറയും. ഓക്കെ, ഇവിടെ എന്താണ് ഈ ലീ ഷാറ്റലിയസ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. When the concentration, pressure or temperature of a system at equilibrium is changed, ഒരു റിയാക്ഷൻ, ലീ ഷാറ്റലിയസ് പ്രിൻസിപ്പിൾ ഇക്വിലിബ്രിയം റിയാക്ഷനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് റിവേഴ്സിബിൾ റിയാക്ഷനിൽ മാത്രമേ ഈ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോ ഒരു റിയാക്ഷൻ എടുക്കുമ്പോൾ ഇപ്പോ ആ ഒരു റിയാക്ഷൻ എന്താണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഉള്ള ഒരു റിയാക്ഷന്റെ കോൺസെൻട്രേഷനോ, അതായത് റിയാക്ടൻസിന്റെയോ പ്രോഡക്റ്റിന്റെയോ എന്തെങ്കിലും മാറ്റം വരുത്താൽ, എമൗണ്ട് മാറ്റം വരുത്തിയാൽ, പ്രഷറോ ടെമ്പറേച്ചറോ മാറ്റം വരുത്തിയാൽ എന്താവും? ആ ഇക്വിലിബ്രിയം, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ആവോ? ഇല്ല. ആ ഇക്വിലിബ്രിയം ചേഞ്ച് ആവും അല്ലെ?
അത് ഇപ്പൊ ഞാൻ ഹൈഡ്രോജനും അയോഡിൻ ഗിവ്സ് ടു വെച്ച് ഇപ്പൊ അത് ഈക്വിലിബ്രിയം കണ്ടീഷനാണ്. ഞാനിപ്പോ ഹൈഡ്രോജന്റെ എമൗണ്ട് കൂട്ടി അപ്പോഴെന്താവും? രണ്ടും ഈക്വൽ ആണോ? അല്ല. ഇപ്പൊ റിയാക്ടന്റ് കൂടുതലും പ്രോഡക്റ്റും കുറവാണ്. അപ്പൊ ആ സിസ്റ്റം എന്ത് ചെയ്യും? ആ സിസ്റ്റം ആ റിയാക്ഷന് ഈക്വിലിബ്രിയത്തിലോട്ട് വരുത്താൻ നോക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ലീ-ഷാലേസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത ഒരു സിസ്റ്റം, ഓക്കെ, ആ സിസ്റ്റത്തിലോട്ട് നമ്മൾ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? The system will readjust itself so as to nullify the effect of that change. സിസ്റ്റം എന്ത് ചെയ്യും? ആ സിസ്റ്റം ആ ഈക്വിലിബ്രിയം കണ്ടീഷനിലോട്ട് വരുത്താൻ, സിസ്റ്റം ആ റിയാക്ഷനെ ഈക്വിലിബ്രിയം കണ്ടീഷനിലോട്ട് വരുത്താൻ നോക്കും. നമ്മൾ എന്ത് വ്യത്യാസം ചെയ്തോ? ഞാനിപ്പോ കോൺസെൻട്രേഷൻ കൂട്ടിയാല് സിസ്റ്റം എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. അതിനെയാണ് പറഞ്ഞത് readjust itself so as to nullify the effect of that change and attain a new state of equilibrium. അപ്പോ ഇവിടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സിസ്റ്റം ഇപ്പൊ ഈ ഒരു ഈക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ഓക്കെ, ആ ഈക്വിലിബ്രിയം കണ്ടീഷനിലുള്ള സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ എന്താവും? ഇപ്പൊ ആ സിസ്റ്റം ഈക്വിലിബ്രിയം ആണോ? അല്ല. ഈ സിസ്റ്റം എന്തായാലും ഈക്വിലിബ്രിയം കണ്ടീഷനിൽ മാറിപ്പോകും. മാറുമ്പോൾ ഈ സിസ്റ്റം എന്ത് ചെയ്യും? എങ്ങനെയാണെങ്കിലും ആ റിയാക്ഷനെ ഈക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് അറ്റൈൻ ചെയ്യാൻ നോക്കും. അപ്പൊ ആ ചേഞ്ചിനെയാണ് നമ്മൾ ലീ-ഷാലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അപ്പോ നമ്മളിവിടെ ലീ-ഷാലേസ് പ്രിൻസിപ്പിള് എങ്ങനെയാണ്? ഒരു സിസ്റ്റത്തിന്റെ ഈക്വിലിബ്രിയം എപ്പോഴൊക്കെ ചേഞ്ച് ആവാം? ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ ഇല്ലെങ്കിൽ കുറയുമ്പോൾ, പ്രഷർ കൂട്ടുമ്പോൾ ഇല്ലെങ്കിൽ കുറയുമ്പോൾ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇല്ലെങ്കിൽ കുറയ്ക്കുമ്പോൾ. നെക്സ്റ്റ് ഇനി വേറെ ഒരെണ്ണമാണ് കാറ്റലിസ്റ്റ്. സോ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ കാറ്റലിസ്റ്റോ ആഡ് ചെയ്യുമ്പോൾ ആ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ ഈക്വിലിബ്രിയം റിയാക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ആ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം അതിനെ റീഅഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ നോക്കും. അതിനെയാണ് ലീ-ഷാലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആദ്യത്തെ the influence of a concentration on equilibrium. ഒരു ഈക്വിലിബ്രിയം റിയാക്ഷനിലോട്ട് നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ, റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈക്വിലിബ്രിയം എന്താവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ammonia is industrially prepared by Haber's process. Its chemical equation is given below. N2 plus 3H2 gives 2NH3. ഇതൊരു ഈക്വിലിബ്രിയം ഹേബേഴ്സ് പ്രോസസ്. അമോണിയം ഇൻഡസ്ട്രിയൽ സ്കെയിലില് അമോണിയയുടെ മാനുഫാക്ചറിങ് നമ്മൾ പറയുന്നത് ഹേബേഴ്സ് പ്രോസസ്. അതിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ? അതെ. സപ്പോസ് the concentration of the reactant nitrogen is increased. According to Lii-Shala's principle, the system rearranges by converting the increased amount of reactant into product. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അവർ പറയുന്നത് നമ്മളിവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുക. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ എമൗണ്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, കോൺസെൻട്രേഷൻ നമ്മൾ ഡെഫിനിഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇവിടെ ഞാൻ നൈട്രോജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക. അതായത് ഇവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുവാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഈക്വിലിബ്രിയം കണ്ടീഷനിൽ രണ്ടും ഈക്വൽ, റിയാക്ടന്റ് പ്രോഡക്റ്റ് ഈക്വൽ ആണ്.
ഇവിടെ നൈട്രോജന്റെ എമൗണ്ട് കൂട്ടുമ്പോൾ ഇവിടെ എന്താവും, റിയാക്ടന്റിന്റെ അളവ് കൂടുതലാണ്, പ്രോഡക്റ്റിന്റെ അളവ് കുറവാണ്. ഓക്കെ, ഞാൻ ഇവിടെ നൈട്രോജന്റെ അളവ് കൂട്ടിയപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റം അതിനെ കുറയ്ക്കാൻ നോക്കും, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. എന്തുകൊണ്ടാണ് കുറയ്ക്കാൻ നോക്കുന്നത്, അത് ഒരു പുതിയ ഈക്വിലിബ്രിയത്തിലോട്ട് വരുത്താൻ, അപ്പം അതിനെ ഈക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് വരുത്താൻ നോക്കും. അപ്പൊ അതാണ് ലീ ഷാലേസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എങ്ങനെയാണ് ഈക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്നത്, ഇപ്പൊ ഞാൻ റിയാക്ടന്റ് കൂട്ടിയാൽ സിസ്റ്റം റിയാക്ടന്റ് കുറയ്ക്കാൻ നോക്കും. എങ്ങനെയാണ്, ഇപ്പൊ നൈട്രോജന്റെ എമൗണ്ട് കൂട്ടുമ്പോൾ ഈ നൈട്രോജന് ഹൈഡ്രോജന്റെ കൂടെ റിയാക്ട് ചെയ്ത് ഒത്തിരി എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താണ്, ഫോർവേഡ് റിയാക്ഷനും കൂടുതലായിട്ട് പ്രവർത്തിക്കും. അപ്പോ ഇവിടെ എന്താവും, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, റിയാക്ടന്റും പ്രോഡക്റ്റിന്റെ അളവ് സെയിം ആവും. അപ്പോ അതിനെയാണ് നമ്മൾ ഇവിടെ ലീ ഷാലേസ് പ്രിൻസിപ്പിൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സപ്പോസ് ഞാൻ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി. ഓക്കെ, അപ്പോ ഇപ്പൊ രണ്ട് ഈക്വിലിബ്രിയം കണ്ടീഷനിലാണ്, ഞാൻ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുവാണ്. അപ്പോൾ ഇത് ഈക്വിലിബ്രിയം ആണോ, ഇല്ല, ഈക്വിലിബ്രിയം അല്ല. ഞാൻ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. എന്തുകൊണ്ടാണ് കുറയ്ക്കാൻ നോക്കുന്നത്, ആ ഒരു ഈക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം എന്ത് ചെയ്തു, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാൻ പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടുവാണ്, പ്രോഡക്റ്റിന്റെ അളവ് കൂടുതലാണ്, റിയാക്ടന്റിന്റെ അളവ് കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ഈക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ചെയ്യുന്നത്, അപ്പൊ ഈ പ്രോഡക്റ്റ് കൂടുതലുള്ള പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് കൺവേർട്ട് ആവും, അതായത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷന് കൂടും. അപ്പോഴെന്തായിരിക്കും, ഒരു പുതിയ ഈക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എവിടെയായിരിക്കും സിസ്റ്റം എന്തായിരിക്കും, സിസ്റ്റം എന്ത് ചെയ്യും, ഫോർവേഡ് സിസ്റ്റം ആ ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം എന്ത് ചെയ്യും, ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിട്ട് മാറ്റാൻ നോക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്താവും, the reaction proceeds towards the backward direction. Okay, next, ഇപ്പോൾ ഞാൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ, ഞാനിപ്പോ ഹൈഡ്രോജന്റെയോ നൈട്രോജന്റെയോ ഏതെങ്കിലും ഒരു റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ എന്താവും, അത് ഈക്വിലിബ്രിയം കണ്ടീഷൻ ആണോ, അല്ല, ഇതിന്റെ ഈക്വിലിബ്രിയത്തിന് മാറി അല്ലെ. അപ്പൊ ഞാൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, ആ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും. എങ്ങനെ, ബൈ പ്രൊസീഡിങ് ദ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ അല്ലെ. നൈട്രോജന്റെ ഇപ്പൊ റിയാക്ട് ഈ സൈഡിലെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, ഈ സൈഡിലെ കോൺസെൻട്രേഷൻ ഇപ്പൊ കൂടി. അപ്പൊ കൂടിയപ്പോൾ എന്തായാലും സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഇതിനെ ഈക്വലൈസ് ചെയ്യാൻ നോക്കും, ഇതിന്റെ ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അപ്പൊ എന്താവും, ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിട്ട് റിയാക്ട് ചെയ്ത് എന്താവും, പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും ലെവലും കോൺസെൻട്രേഷൻ ഈക്വലൈസ് ചെയ്യാൻ നോക്കും. സപ്പോസ് ഞാൻ പ്രോഡക്റ്റിന്റെ അളവ് കുറച്ചാലോ, എന്താവും, കുറച്ചാൽ എന്തായിരിക്കും, the reaction proceeds towards the forward direction. For example, ഈ manufacture of ammonia ഈ നമ്മൾ നൈട്രോജനും ഹൈഡ്രോജൻ റിയാക്ട് ചെയ്യുമ്പോൾ 2NH3, ഈ 2NH3 ഗ്യാസ്, എനിക്ക് ഇപ്പൊ ലാർജ് എമൗണ്ട് ഒത്തിരി അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഗ്യാസിനെ ഞാൻ ചേമ്പറിലോട്ട് ഞാൻ അയച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എത്ര എമൗണ്ടിന് അമോണിയ എടുക്കുന്നോ അത്രയും എമൗണ്ട് എന്തായാലും നൈട്രോജനും ഹൈഡ്രോജനും തമ്മിൽ റിയാക്ട് ചെയ്ത് അമോണിയ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഈ പ്രോഡക്റ്റിന്റെ അളവ് കുറയും തോറും ആ റിയാക്ഷന് ഏത് ഡയറക്ഷനിലോട്ടാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്, റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഫോർവേഡ് ഡയറക്ഷൻ. അത് നിങ്ങൾ ഓർക്കണം. The rate of which reaction increases when the concentration of nitrogen is increased. അതായത് നൈട്രോജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് റേറ്റ് ആണ് കൂടുതൽ, ഫോർവേഡ് റിയാക്ഷൻ ആണ് കൂടുതൽ. ഓക്കെ, ഇപ്പൊ ഫോർവേഡ് റിയാക്ഷൻ.
What will happen if the concentration of ammonia is increased? അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലോ, അതായത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ the reaction proceeds towards the backward direction. Okay, what will be the effect if the ammonia is removed continuously from the system? അപ്പൊ അമോണിയനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്താൽ എന്താവും, ഇവിടുത്തെ കോൺസെൻട്രേഷൻ കുറയുവാണ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എവിടെയാണ് റിയാക്ഷൻ പ്രൊസീഡ്, ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്താവും, ഇൻക്രീസ് ആവും. ഓക്കെ, വാട്ട് വിൽ ബി ദ എഫക്ട്? Complete the table 5.2 by writing the effect of the change in the concentration in the system at equilibrium. ഇവിടെ റിയാക്ടന്റിന്റും പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടിയാലും കുറച്ചാലും എന്താവും, അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്താവും എന്നാണ് ചോദിക്കുന്നത്. മോർ ഹൈഡ്രോജൻ ഇസ് ആഡഡ്. അപ്പൊ ഹൈഡ്രോജൻ ഇവിടെ ആഡ് ചെയ്യുവാണ്, അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും, അപ്പൊ ഈക്വിലിബ്രിയം നഷ്ടപ്പെട്ടു. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, ആ ഈക്വിലിബ്രിയം തിരിച്ചു വരുത്താൻ നോക്കും അല്ലെ. അപ്പൊ എന്താണ് എങ്ങനെയാണ് തിരിച്ചു വരുത്തുന്നത്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ആ റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്താവും, കൂടും. അമോണിയ ഈസ് ആഡ്, പ്രോഡക്റ്റ് ആഡ് ചെയ്താൽ, അപ്പോൾ അമോണിയ കൂടുതൽ ആഡ് ചെയ്താൽ അതായത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി, ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ എന്താവും, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അമോണിയ ഈസ് റിമൂവ്ഡ്, അമോണിയനെ ഞാൻ എടുത്തു കളയുക. അമോണിയനെ എടുത്തു കളയാന്ന് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കി. എങ്ങനെയാണ്? by increasing the rate of forward reaction. Okay, more nitrogen is added. nitrogen കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് കൂടി അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ആ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. എങ്ങനെയാണ്? the rate of forward reaction increases. നമുക്ക് നെക്സ്റ്റ് ഫാക്ടർ നോക്കാം, പ്രഷർ ആൻഡ് കെമിക്കൽ ഈക്വിലിബ്രിയം. പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ, സിസ്റ്റത്തിന്റെ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ കെമിക്കൽ ഈക്വിലിബ്രിയം എന്താവും, ഫോർവേഡ് റിയാക്ഷനിലോട്ടാണോ ബാക്ക്വേർഡ് റിയാക്ഷനിലോട്ടാണോ നമുക്ക് നോക്കാം. You know that pressure has a significant influence in case of gases only. ഈ റിയാക്ഷൻ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഗേഷ്യസ് റിയാക്ഷൻസിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. ഇവിടെ നോക്കിയേ, റിയാക്ടൻസും പ്രോഡക്റ്റും ഗേഷ്യസ് ആയിരിക്കും. അങ്ങനത്തെ റിയാക്ഷൻസിന് മാത്രമേ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Let us examine the influence of pressure in the manufacture of ammonia. അപ്പോൾ ഇത് ഹേബേഴ്സ് പ്രോസസ്സിന്റെ റിയാക്ഷൻ ആണ്. In this equation, what is the total number of moles of the reactant molecules? അപ്പോൾ ഇവിടെ റിയാക്ടന്റ് മോളിക്യൂൾസിന് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എവിടെയാ, നൈട്രോജന്റെ 1ഉം ഹൈഡ്രോജന്റെ ഇവിടെ 3 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റിന്റെ 4 മോൾസ് ആണ്. പ്രോഡക്റ്റിന്റെ എന്തായിരിക്കും, 2 മോൾസ്. അതാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. വാട്ട് അബൌട്ട് ദ പ്രോഡക്ട്സ്? ഹിയർ ബോത്ത് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഗ്യാസസ്. അപ്പോൾ ഇവിടെ നോക്കണം, പ്രഷർ, എഫക്ട് ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ റിയാക്ടന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് നോക്കാം, പ്രോഡക്റ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് നോക്കാം. റിയാക്ടന്റിൽ ഇവിടെയാണ് 3 + 1 4 മോൾസ് ആണ്. പ്രോഡക്റ്റിൽ എന്താണ്, എത്ര മോൾസ് ആണ്, 2 മോൾസ്. അപ്പൊ വേറൊരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പൊ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ അവിടെ എന്തായിരിക്കും, പ്രഷർ കൂടുതലാണ്. എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് അവിടെ എന്താണ്, പ്രഷർ കുറവാണ്. ഇവിടെ റിയാക്ടൻസിൽ നമ്പർ ഓഫ് മോൾസ് 4 ആണ് അല്ലെ, ഇവിടെ കൂടുതലാണ്, പ്രഷർ കൂടുതലാണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2 ഉള്ളൂ, അപ്പൊ ഇവിടെ എന്തായിരിക്കും, പ്രഷർ കുറവാണ്. ഓക്കെ, here both the forward reaction 4 moles reactant molecules give 2 mole product molecule. അപ്പോൾ ഇവിടെ എന്താണ്, വോളിയം ഡിക്രീസ് ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറവ്. അപ്പൊ ഇവിടെ എന്തായിരുന്നു, 4 to 2. അപ്പൊ റിയാക്ടന്റ് ടു പ്രോഡക്റ്റ് എന്തായാലും വോളിയം എന്തായിരിക്കും, എന്താണ്, ഡിക്രീസ് ആവാണ് അല്ലെ.
Backward reaction 2 mole product molecule gives 4 mole of reactant molecules. So volume എന്താണ്, number of moles കൂടുവല്ലേ, അപ്പോൾ volume എന്താണ്, volume is increasing. So in a gaseous system, decrease in the number of molecules helps to decrease in the pressure. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ pressure is directly proportional to number of moles. അപ്പോൾ എവിടെയാണോ മോൾസ് കുറവ് അവിടെ പ്രഷർ കുറവ്, എവിടെയാണോ മോൾസ് കൂടുതൽ അവിടെ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, according to Le-Chalet's principle, when pressure of a system at equilibrium is increased, the system will try to attain the equilibrium by reducing the pressure. Le-Chalet's പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ സപ്പോസ് സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും, ആ പ്രഷറിനെ, ഞാൻ കൊടുത്ത പ്രഷറിനെ കുറയ്ക്കാൻ നോക്കും അല്ലെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. In the manufacture of ammonia, the reaction in which direction results in the decrease in the number of molecules. നമുക്കറിയാം പ്രോഡക്റ്റില് 2 മോളേ ഉള്ളൂ, റിയാക്ടന്റിൽ 4 മോള്. അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും, ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവ്. വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഇസ് ഇൻക്രീസ്ഡ്? നമുക്കറിയാം റിയാക്ടന്റിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്, നമ്പർ ഓഫ് മോൾസ് കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ കൂടുതൽ. പ്രോഡക്റ്റില് നമ്പർ ഓഫ് മോൾസ് കുറവാണ്, അപ്പൊ അവിടെ എന്താ, പ്രഷർ കുറവാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത്, അപ്പൊ ഈ ആ സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ അപ്പോ എവിടെയാണ്, ഫോർവേഡ് റിയാക്ഷനിലോട്ട് പോവാണോ ബാക്ക്വേർഡ് റിയാക്ഷനിലോട്ട് പോവാണോ? അപ്പോ സപ്പോസ് നമ്മൾ സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ എവിടെയാണോ പ്രഷർ കുറവ് അവിടെ ആ ഡയറക്ഷനിലായിട്ടാണ് റിയാക്ഷന് പ്രൊസീഡ് ആവുന്നത്. അപ്പൊ ഏത് ഡയറക്ഷൻ, നമുക്കറിയാം പ്രോഡക്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കുറവാണ്, അതായത് പ്രഷർ കുറവാണ്. അപ്പൊ നമ്മൾ സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടുമ്പോൾ എന്തായിരിക്കും, the rate of forward reaction ഉണ്ടാവും, it increases. What happens if the pressure of the system is decreased? സിസ്റ്റത്തിന്റെ പ്രഷർ കുറയ്ക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ അവിടെയായിരിക്കും പോകുന്നത്. അപ്പോൾ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. In the manufacture of ammonia, why is the high pressure 150 to 300 atmospheres is used? അപ്പോൾ നമുക്കറിയാം നമ്മുടെ സാധാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 atmosphere ആണ്. ഇവിടെ അമോണിയയുടെ മാനുഫാക്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ എത്രയായിരുന്നു, വെരി ഹൈ അറ്റ്മോസ്ഫിയർ അല്ലേ, 150 to 300 atmosphere, വെരി ഹൈ പ്രഷർ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഹൈ പ്രഷർ യൂസ് ചെയ്യാൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുകൂടിയും പറയാം. ആ റിയാക്ഷൻ നോക്കി, നൈട്രോജൻ N2 plus 3H2 gives റിവേഴ്സിബിൾ റിയാക്ഷൻ gives 2NH3 അല്ലെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്രഷർ നോക്കുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് നോക്കണം. റിയാക്ടന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, 4 മോൾസ്. പ്രോഡക്റ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, 2 മോൾസ്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസിൽ നമ്മൾ അമോണിയ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഈൽഡ് വേണം, അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണം. എനിക്ക് ഒത്തിരി അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അമോണിയനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ റിയാക്ഷനിൽ എടുത്ത് കളയുവാണ്. ആ എടുത്ത് കളയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞത് എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ പറഞ്ഞിരുന്നപ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ കുറയ്ക്കും തോറും എന്താവും, ഫോർവേഡ് റിയാക്ഷനിലോട്ടാണ് പോകുന്നത്. നൈട്രോജൻ ഇപ്പൊ ഞാൻ NH3 എടുക്കും തോറും N2 നൈട്രോജൻ ഹൈഡ്രോജൻ തമ്മിൽ കൂടുതൽ റിയാക്ട് ചെയ്യും അമോണിയ കൊടുക്കാൻ അല്ലെ. അപ്പോൾ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. പ്രഷർ വരുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് നോക്കാം. ഇവിടെ റിയാക്ടന്റിൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്, പ്രോഡക്റ്റിൽ നമ്പർ ഓഫ് മോൾസ് കുറവാണ്. റിയാക്ടന്റിൽ നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ എന്താണ്, അവിടെ പ്രഷർ കൂടുതലാണ് എന്നർത്ഥം. പ്രോഡക്റ്റിൽ പ്രഷർ നമ്പർ ഓഫ് മോൾസ് കുറവാ, അവിടെ എന്താണ്, പ്രഷർ കുറവാ. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ
പ്രഷർ കൂട്ടുവാണ്, സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടുവാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, അതിന്റെ പ്രഷർ കുറയ്ക്കാൻ നോക്കും. ഇപ്പൊ റിയാക്ടന്റിൽ പ്രഷർ കൂടുതലാണ്, പ്രോഡക്റ്റിൽ പ്രഷർ കുറവാണ്. ഇപ്പൊ സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ എന്താവും, ആ റിയാക്ഷൻ എന്തായിരിക്കും, റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ആയാലല്ലേ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുള്ളൂ അമോണിയയുടെ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ കൂടുതൽ റിയാക്ടന്റ് ആണ് ഫോം ചെയ്യുന്നത്. എന്റെ ഉദ്ദേശം എന്താണ്, കൂടുതൽ അമോണിയ കിട്ടാൻ വേണ്ടിയിട്ട് ഫോർവേഡ് റിയാക്ഷൻ ആണ് വേണ്ടത്. ഫോർവേഡ് റിയാക്ഷന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഷർ എന്ത് ചെയ്യണം, ഞാൻ പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടിയാലേ നൈട്രോജനും ഹൈഡ്രോജൻ റിയാക്ട് ചെയ്ത് കൂടുതൽ അമോണിയ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ, when pressure is increased, rate of forward reaction increases. As a result, there will be the increase in the yield of the product. Okay. അടുത്ത ഇക്വേഷൻ നമുക്ക് നോക്കാം. ഹൈഡ്രോജൻ പ്ലസ് അയോഡിൻ ഗിവ്സ് 2HI. ഇവിടെ നോക്കിയേ, റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2 ആണ്. ഇവിടെയും പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് എന്തായിരുന്നു, 2 ആണ്. അപ്പൊ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്, ഇവിടെ 2, പ്രോഡക്റ്റിന്റെ 2. Here there is no change in the number of moles of the reactant and product. ഇവിടെ നമ്പർ ഓഫ് മോൾസ്, ഇവിടെ പ്രഷർ എന്തായിരിക്കും, രണ്ട് സൈഡിലും ഈക്വൽ ആണ്. രണ്ട് സൈഡിലും ഈക്വൽ ആണെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. In a reversible reaction, if there is no change in the number of gaseous molecules in the reactant and product side, pressure will not have any effect on the chemical equilibrium. അപ്പോൾ ഈ റിയാക്ഷനിൽ നമുക്ക് പ്രഷർ കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. എന്തുകൊണ്ടാണ്, റിയാക്ടന്റിലും പ്രോഡക്റ്റിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എഫക്ട് ഓഫ് പ്രഷർ. അപ്പോൾ ഇതിലൊരു കാര്യം ഓർക്കണം, ഏത് നമ്മൾ റിയാക്ടന്റും പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് നോക്കാം. അപ്പൊ അവിടെ നമ്മൾ നോക്കാം, എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറവ് അവിടെ പ്രഷർ കുറവായിരിക്കും. എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈൽഡ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ കൂടുതൽ വേണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ ആണ് ഫേവറബിൾ. അപ്പൊ ഇവിടെ അമോണിയയുടെ പ്രൊഡക്ഷന് നമുക്കറിയാം, പ്രോഡക്റ്റിന്റെ സൈഡില് നമ്പർ ഓഫ് മോൾസ് കുറവാണ്, അവിടെ പ്രഷർ കുറവാണ്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യണം, കൂടുതൽ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പ്രഷർ എന്ത് ചെയ്യണം, പ്രഷർ കൂട്ടണം. അങ്ങനെയാണ് മാനുഫാക്ചർ ഓഫ് അമോണിയയിൽ 200 അറ്റ്മോസ്ഫിയേഴ്സ് നമ്മൾ 150 അറ്റ്മോസ്ഫിയേഴ്സ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് ഓർക്കണം. നെക്സ്റ്റ് എഫക്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം. എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം എന്നെ അഫക്റ്റ് ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം. Let us see what happens to the equilibrium when temperature is increased or decreased. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം ഉള്ള റിയാക്ഷനിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലോ ഡിക്രീസ് ചെയ്താലോ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റിയാക്ഷൻ, ടെമ്പറേച്ചറിന്റെ റിയാക്ഷൻ നോക്കുമ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ എന്താണ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, the reaction in which the heat is observed. ഹീറ്റിനെ അബ്സർവ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഐസ് ഞാൻ കയ്യിൽ വെച്ചു, ആ ഐസ് കുറച്ച് നേരം ആകുമ്പോൾ മെൽറ്റ് ചെയ്യാൻ വരുന്നു. എന്തുകൊണ്ട് ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ ഐസ് എൻ്റെ ബോഡിയിലുള്ള ചൂട് വലിച്ചെടുക്കും അല്ലെ, എന്റെ ബോഡിയിലുള്ള ചൂട് അതേപോലെ അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് വലിച്ചെടുത്ത് അത് മെൽറ്റ് ആവാൻ പോകും. അത് എൻഡോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷൻ ഞാൻ പേപ്പർ കത്തിക്കുകയാണ്, അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യണം, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇതിന് റിയാക്ഷൻ എഴുതുമ്പോൾ ഈ ഹീറ്റ് എന്ന് പറയുന്നത് ഈ പ്ലസ് ഹീറ്റ് പ്രോഡക്റ്റ് സൈഡിൽ എഴുതിയാൽ, പ്രോഡക്റ്റിന്റെ സൈഡിൽ ഹീറ്റ് എഴുതിയാൽ ആ റിയാക്ഷൻ എന്തായിരിക്കും, എക്സോതെർമിക് ആയിരിക്കും. പ്രോഡക്റ്റിന്റെ സൈഡിൽ ഹീറ്റ് ചെയ്താൽ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും, എക്സോതെർമിക്. അതായത് പ്രോഡക്റ്റ് ഫോർമേഷൻ ആകുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുവാണ് എന്നുള്ള അർത്ഥമാണ്. സപ്പോസ് റിയാക്ടന്റിന്റെ ഒപ്പം ഹീറ്റ് എന്ന് വന്നാൽ ഇത് എന്ത് റിയാക്ഷൻ ആയിരിക്കും, അത് എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ഓഫ് അമോണിയയില് ഇവിടെ പ്രോഡക്റ്റ് എന്താണ്, ഇവിടെ പ്രോഡക്റ്റ് ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ റിയാക്ഷൻ എന്ത്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ വാട്ട് ഈസ് ദ എൻഡോതെർമിക് റിയാക്ഷൻ ഇൻ ദിസ്, ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ? നമുക്കറിയാം
ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ എന്താണ്, പ്രോഡക്റ്റിലെ എക്സോതെർമിക് ആണ്. പ്രോഡക്റ്റിൽ എക്സോതെർമിക് ആണെങ്കിൽ റിയാക്ടന്റിൽ എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്, ബാക്ക്വേർഡ് റിയാക്ഷൻ. വേറെ ഒരു കാര്യം എഴുതിയെടുത്തോളാം, നിങ്ങൾ എഴുതിയെടുക്കുക. എക്സോതെർമിക് റിയാക്ഷൻ ഈസ് ഫേവേർഡ് ബൈ low temperature and endothermic reaction is favored by high temperature. Okay, exothermic reaction എവിടെയാണോ അവിടെ എന്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറവ് വേണം. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ എന്ത് വേണം, കൂടുതൽ വേണം. നമുക്ക് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് നോക്കാം. On increasing the temperature, the system tries to reduce it by increasing the rate of endothermic reaction. Suppose ഇതൊരു സിസ്റ്റമാണ്. ഓക്കെ, ഞാൻ ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടുവാന്ന് വിചാരിച്ചു. അപ്പൊ ലീ-ഷാലേസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ on increasing the temperature, system tries to reduce it by increasing the rate of endothermic reaction. ഇവിടെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവിടെ ഓൾറെഡി പ്രോഡക്റ്റ് സൈഡിൽ ഓൾറെഡി എക്സോതെർമിക് റിയാക്ഷൻ ആണ്, ഒരു ടെമ്പറേച്ചർ കൂടുതലാണ്. ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പൊ എവിടെയാ, ഞാൻ ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാല് സിസ്റ്റം എന്തെയും ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. അപ്പൊ എങ്ങനെയാണ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കുന്നത്, ബൈ ഷിഫ്റ്റിംഗ് ദി ഈക്വിലിബ്രിയം ടുവേർഡ്സ് ദ എന്തായിരിക്കും, ബൈ ബാക്ക്വേർഡ് റിയാക്ഷൻ. Okay, as a result the product ammonia decomposes to form nitrogen and hydrogen. ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഹീറ്റ് കൂടുതലാണ്, ഇവിടെ ടെമ്പറേച്ചർ ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. ഇപ്പൊ ഞാൻ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ നോക്കും. എങ്ങനെയാണ് കുറയ്ക്കാൻ നോക്കുന്നത്, ബൈ ഷിഫ്റ്റിംഗ് ദി ഈക്വിലിബ്രിയം ടുവേർഡ്സ് ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അതായത് അമോണിയ എന്താവും, നൈട്രോജനും ഹൈഡ്രോജനായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. Hence, according to Lee-Chalais principle, for the formation of larger amount of ammonia, the temperature has to be reduced. ഇവിടെ നോക്കിയേ, എനിക്ക് അമോണിയ ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹേബേഴ്സ് പ്രോസസ്സിൽ. ആ ഹേബേഴ്സ് പ്രോസസ്സിൽ അമോണിയ കൂടുതൽ വേണം, എന്ത് ചെയ്യണം, അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടണോ ഇല്ലയോ കുറയ്ക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കുക, പ്രോഡക്റ്റില് അമോണിയ ഉണ്ട്, ആ അമോണിയ പ്ലസ് ഹീറ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് സൈഡിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. ഇവിടെ ഈ സിസ്റ്റത്തിന് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഓൾറെഡി ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ ഞാൻ ഇവിടെ ടെമ്പറേച്ചർ ഇനി കുറച്ചുകൂടി കൂട്ടിയാൽ എന്താവും, പ്രോഡക്റ്റിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, ഇവിടെ ടെമ്പറേച്ചർ കുറയും. അപ്പൊ എങ്ങനെയാ, സിസ്റ്റം എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചറിന് ബാക്ക്വേർഡ് റിയാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഈൽഡ് ഓഫ് അമോണിയ, ഇതിന്റെ ഈൽഡ് കൂടുമോ, ഇല്ല. ഇവിടെ പ്രോഡക്ട്സിന് ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കുമ്പോൾ എന്താവും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സോതെർമിക് റിയാക്ഷൻ ഇസ് ഫേവേർഡ് ബൈ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിലെ എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതായത് ഇവിടെ ടെമ്പറേച്ചർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ്. But at low temperature, the number of molecules having a threshold energy will be less. പക്ഷെ ഇവിടെ ഞാൻ ഈ മാനുഫാക്ചർ ഓഫ് അമോണിയയുടെ ടെമ്പറേച്ചർ ഞാൻ കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറച്ചാൽ എന്താവും, നമ്പർ ഓഫ് മോളിക്യൂൾസിന് മിനിമം എനർജി, കുറച്ച് എനർജിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താവും, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും വളരെ കുറയും. Okay, the system will take more time to reach the equilibrium. Hence, in the manufacture of ammonia, 450 degrees Celsius taken as the optimum temperature. ഞാൻ ഇവിടെ പറയുന്നത് ഈ റിയാക്ഷന്റെ മാനുഫാക്ചർ ഓഫ് അമോണിയയില് പ്രോഡക്റ്റ് എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ മാനുഫാക്ചർ ഓഫ് അമോണിയയുടെ ഈൽഡ് കൂട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം,
സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കണം. ഓക്കെ, ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഒത്തിരി കുറച്ചാൽ എന്ത് പറ്റും? ഇവിടെ അതിന് ടെമ്പറേച്ചർ കുറച്ചാൽ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറയും. അപ്പൊ അവര് തമ്മിൽ റിയാക്ഷൻ വളരെ സ്ലോ ആവും. അപ്പൊ അത് സ്ലോ ആവുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് എന്താവും? വളരെയധികം കുറയും. അപ്പോൾ മാനുഫാക്ചർ ഓഫ് അമോണിയയുടെ ഈൽഡ് കിട്ടാൻ ഒത്തിരി സമയം വേണം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റൂല. ഒരു മിനിമം ടെമ്പറേച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യണം? 450 ഡിഗ്രി സെൽഷ്യസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. ഓർക്ക, എക്സോതെർമിക് റിയാക്ഷനിലാണെങ്കിൽ അത് ഇറ്റ് ഈസ് ഫേവർഡ് ബൈ low temperature. Endothermic reaction ആണെങ്കിൽ it is favored by high temperature. സപ്പോസ് ഇവിടെ പ്രോഡക്റ്റില് ഹീറ്റ് ഇല്ല എന്ന് വിചാരിച്ചു, ഇവിടെയാണ് ഹീറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? മാനുഫാക്ചർ ഓഫ് ഒരു പ്രോഡക്റ്റിന് ഞാൻ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂട്ടണം. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആൻഡ് കെമിക്കൽ ഈക്വിലിബ്രിയം. നമുക്കറിയാം കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ, നമ്മൾ കാറ്റലിസ്റ്റ് എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ടു ആൾട്ടർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ കാറ്റലിസ്റ്റിൽ 2 ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്താണ്? ആ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ, നമ്മൾ യൂസ് ഓഫ് കാറ്റലിസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ റിവേഴ്സിബിൾ റിയാക്ഷന് ഈ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് യൂസ് ആവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ കാറ്റലിസ്റ്റ് കനോട്ട് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഓൺലി വൺ അമോങ് ദിസ്. അപ്പൊ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒന്നുപോലെ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ ഈക്വിലിബ്രിയം എക്സിസ്റ്റ് ആവോ? എക്സിസ്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷന്റെ എന്താണ്? ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ രീതിയിൽ നടക്കണം, അന്നെങ്കിലേ ഈക്വിലിബ്രിയം എക്സിസ്റ്റ് ആവുള്ളൂ. അപ്പോൾ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ബോത്ത് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടു ദ സെയിം എക്സ്റ്റെന്റ്. As a result, the system reaches the equilibrium at the faster rate. അപ്പോൾ ചില റിയാക്ഷൻ എന്തായിരിക്കും? കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം എന്താണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ പെട്ടെന്ന് ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതായത് ആ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിൽ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. Once the equilibrium has been reached, the rate of chemical reaction can be controlled by altering the other effect. അപ്പോൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് ഒരു സിസ്റ്റത്തിന് നമ്മൾ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ എത്തിച്ചാൽ നമ്മൾ വേറെ കണ്ടീഷൻസ് ഓൾട്ടർ ചെയ്ത് നമുക്ക് ആ ഒരു കെമിക്കൽസിന്റെ ഈൽഡിനെ നമ്മൾക്ക് കൂട്ടാം. ഫോർ എക്സാമ്പിൾ, ഈക്വിലിബ്രിയം കണ്ടീഷൻ എത്തിയ ഒരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ അമോണിയയുടെ മാനുഫാക്ചറിൽ നമ്മൾ ഹെബേഴ്സ് പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്, അല്ലെ? ആ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം. ഈക്വിലിബ്രിയം ആ ഒരു റിയാക്ഷൻ ഈക്വിലിബ്രിയം കണ്ടീഷൻ എത്തി കഴിഞ്ഞ് നമുക്ക് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം, പ്രഷർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒത്തിരി ഈൽഡ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. സോ ഈ ലീ ഷാലേസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആണ്. സോ കെമിക്കൽ ഈക്വിലിബ്രിയം എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പഠിക്കണം. അപ്പൊ ലീ ഷാലേസ് പ്രിൻസിപ്പിൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്താണ് ഈ ലീ ഷാലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? If the concentration, pressure or temperature of the system at equilibrium is changed. നമ്മളിപ്പോൾ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഈക്വിലിബ്രിയത്തിലുള്ള ഒരു റിയാക്ഷന്റെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ നമ്മൾ ചേഞ്ച് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് സോ ആസ് ദ നള്ളിഫൈ ദ എഫക്ട് ഓഫ് ദാറ്റ് ചേഞ്ച്. എന്തായാലും ആ സിസ്റ്റം ആ ചേഞ്ച് ചെയ്ത ഞാനിപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ ആ കോൺസെൻട്രേഷനെ കുറയ്ക്കാൻ നോക്കും. സോ അതുകൊണ്ടാണ് അവർ പറയുന്നത് നള്ളിഫൈ ദ എഫക്ട് ഓഫ് ചേഞ്ച്. ഞാൻ വരുത്തിയിട്ടുള്ള ചേഞ്ചിനെ സിസ്റ്റം എന്ത് ചെയ്യും?
സിസ്റ്റം അത് കളയാൻ നോക്കും, അതിനെ ഈക്വലൈസ് ചെയ്യാൻ നോക്കും ആൻഡ് അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഈക്വിലിബ്രിയം. സോ ഇപ്പോൾ ഒരു സിസ്റ്റം ഈക്വിലിബ്രിയം കോൺസെൻട്രേഷനോ ടെമ്പറേച്ചറോ പ്രഷറോ കൂട്ടുമ്പോൾ എന്തായിരിക്കും, ആ സിസ്റ്റത്തിന്റെ ഈക്വിലിബ്രിയം നഷ്ടപ്പെടും. അപ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്താ, എങ്ങനെയെങ്കിലും ആ റിയാക്ഷനെ ഈക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിക്കണം. അപ്പൊ ഞാൻ വരുത്തിയ ചേഞ്ചിനെ സിസ്റ്റം എന്ത് ചെയ്യും, അതിനെ ഇല്ലാതെയാക്കി ഒരു ന്യൂ സ്റ്റേറ്റ് ഓഫ് ഈക്വിലിബ്രിയത്തിലോട്ട് വരുത്താൻ നോക്കും. അതാണ് നമ്മൾ ലീ ഷാലേസ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ നോക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഫാക്ടർ നമ്മൾ പഠിച്ചത് കോൺസെൻട്രേഷൻ. അപ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഫോർവേഡ് റിയാക്ഷൻ അല്ലെ. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂട്ടിയാൽ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. അതേപോലെ തന്നെ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ എവിടേക്കായിരിക്കും റിയാക്ഷൻ പോകുന്നത്, ബാക്ക്വേർഡിലേക്ക്. പിന്നെ അതേപോലെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ റിയാക്ഷൻ എവിടേക്കാണ് പോകുന്നത്, റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഫോർവേഡ് ഡയറക്ഷൻ. അത് നിങ്ങൾ ഓർക്കണം. നെക്സ്റ്റ് പ്രഷർ. അപ്പൊ പ്രഷർ നോക്കുമ്പോൾ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ അവിടെ പ്രഷർ കൂടുതലാണ്, എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറവ് അവിടെ പ്രഷർ കുറവാണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, അമോണിയയുടെ ഈൽഡ് കൂട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടുമ്പോൾ എന്തായിരിക്കും, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഫോർവേഡ് റിയാക്ഷൻ. ഇവിടെ പ്രഷർ കുറച്ചാലോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോ നീ ഇവിടെ ഓർത്തിരിക്കുന്നത് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ. നെക്സ്റ്റ് ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഓൾവേസ് ഫേവേർഡ് ബൈ ലോ ടെമ്പറേച്ചർ. ഇപ്പോൾ മാനുഫാക്ചർ ഓഫ് അമോണിയയെ എപ്പോഴും നമ്മൾ ലോ ടെമ്പറേച്ചർ ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആ ഹൈ ടെമ്പറേച്ചറിന് ഞാൻ ഇവിടെ ഈ ഹീറ്റിനെ എടുത്താലല്ലേ എടുത്താലല്ലേ ഈ ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ചാലേ പ്രോഡക്റ്റ് ഫോർമേഷൻ കൂടുള്ളൂ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, എക്സോതെർമിക് റിയാക്ഷൻ ഇസ് ഓൾവേസ് ഫോർവേഡ് ബൈ ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൽ എക്സോതെർമിക് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറയ്ക്കണം. ഓക്കെ. അപ്പൊ ആ കാര്യം നോക്കാം. ഇവിടെ മാനുഫാക്ചർ ഓഫ് അമോണിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ റിയാക്ഷൻ ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്താൻ വളരെ താമസിക്കും. അതുകൊണ്ട് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ്. ഇവിടെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ ഒരേപോലെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെബസ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് സ്പോഞ്ചി അയൺ. ഓക്കെ സ്റ്റുഡൻസ്, സോ താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കമ്പൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് പഠിക്കാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിൻ്റെ മൊബൈലിലോട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുക. ഞാനത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.